ഹായ്, ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യയിലെ ഏറ്റവും എൻ്റെ ഒരു ഫേവറേറ്റ് ആൻഡ് കളർഫുൾ ആയ ഒരു കൂട്ടാണ് ബീട്രൂട്ട് പച്ചടി. ആ കളർ കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു പിങ്കിഷ്, നല്ല ഒരു മധുരവും പുളിയൊക്കെ കൂടിയുള്ള ഒരു അടിപൊളി ഒരു കൂട്ടാണ് ബീട്രൂട്ട് പച്ചടി. അപ്പം ഞാനത് സദ്യ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതുണ്ടാക്കി നോക്കിയാലോ, ട്രൈ ചെയ്താലോ. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയതില്ല, അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബീട്രൂട്ട് പച്ചടി ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഒന്ന് റെഡിയായി നോക്കി, കുറച്ച് ദിവസം ഒന്ന് റെഡിയായിട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ റെഡിയായി ഒന്ന് ഗെറ്റ് റെഡിയും കൂടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഗെറ്റ് റെഡിയും കൂടെ ചെയ്തിട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് കം ഓൺ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ. ഞാനിങ്ങനെ സംസാരിച്ച് ശീലം ഇല്ലാത്തത് കൊണ്ട് ഇനി പോകെ ശരിയാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നോർമലായിട്ട് നമ്മൾ സംസാരിക്കത്തില്ലേ, അതുപോലെ ആകുമായിരിക്കാം. അപ്പം ഞാൻ അന്ന് ഒരു ചെടി നട്ടില്ലേ, അപ്പോൾ അതിൽ പൂക്കൾ വന്നു. അതിൻ്റെ വേറെയും ഒത്തിരി ചെടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിലെല്ലാം പൂക്കളുണ്ട്. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ആ ചെടി. ബ്ലൂ കളറും ഉണ്ട്, പിന്നെ ഇടയ്ക്കൊരു വൈറ്റ് കളർ ആൻഡ് പിങ്കിഷ് കളർ. പൂക്കി അങ്ങനത്തെ ഫ്ലവറാണിത് കേട്ടോ. പൂക്കി ഫ്ലവറാണിതിൽ. കാണുമ്പോൾ അതുപോലെ ഇല്ലേ, നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾ കാണാനായിട്ട്. ഇതിന് ചുറ്റും ഇങ്ങനെ നമ്മൾ നട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. എപ്പോഴും ഇതിൽ പൂക്കൾ കാണും. 24 hours പൂക്കളാണ് ഇതിൽ. എപ്പോഴും പൂക്കൾ കാണും. ഞങ്ങൾ അപ്പുറത്തെ സൈഡും ഗൈസ്, ഇതാണ് ഞാൻ അന്ന് നട്ട ആ ചെടി കേട്ടോ. അതിലാണ് പൂ നിൽക്കുന്നത്, ഒരു ഡാർക്ക് ബ്ലൂ കണ്ടോ. അത് നട്ട് ഒരു 2-3 days ആയപ്പോഴേ അതിൽ മൊട്ടുകൾ വന്നു, പിന്നെ പൂക്കൾ വന്നു. ഈ സൈഡ് നേരത്തെ നമ്മുടെ പൂക്കി ഫ്ലവർ നിൽപ്പുണ്ടായിരുന്നു. അതിൽ നേരത്തെ പൂക്കളുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കാറ്റുണ്ട് പുറത്ത്, നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. അടിപൊളിയാണ്. ഇവിടെ വേറെ എനിക്ക് കുറച്ച് ചെടികളുണ്ട്. ആ ചെടി ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ബീട്രൂട്ട് പച്ചടിക്ക് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ അടച്ചു വെച്ചിരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡ്രൈനെസ്സാണ് ഈ ബീട്രൂട്ടിൽ കാണുന്നത്. വേറെ ഒരു പ്രശ്നമില്ല. നല്ല ഫ്രഷായുള്ള ബീട്രൂട്ടാണ്. അടുത്തതായിട്ട് തേങ്ങയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കിച്ചടി ഉണ്ടാക്കാൻ. കാരണം അതിനൊരു നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇതിൽ അരച്ച് ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങയും വേണം, ബീട്രൂട്ട് വേണം. ബീട്രൂട്ടിൻ്റെ ആവശ്യത്തിനാണ് തേങ്ങ ഇടേണ്ടത്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ബീട്രൂട്ട് എടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. മിഡിൽ ക്ലാസ് തിങ്സ് ആണ് ഗൈസ്, മിഡിൽ ക്ലാസ്. ബീട്രൂട്ടിനെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിരിക്കുന്നതാണിത്. നന്നായിട്ട് പേസ്റ്റാക്കിയ ബീട്രൂട്ടിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനെ ചൂടാക്കി നല്ലതുപോലെ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്നില്ല തേങ്ങ, ആവശ്യത്തിന് ബീട്രൂട്ടിന് ആവശ്യമായ തേങ്ങ, ആ തേങ്ങയിലോട്ട് കടുക്, പിന്നെ ആവശ്യത്തിന് ഞാനൊരു 1.5 മുളക് ഇട്ടേക്കണേ, മുളക്, പിന്നെ ജീരകം, ഈ 3 വെച്ച് വീണ്ടും നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഇതിനെ അരച്ചെടുക്കണം. എല്ലാവരും കൈ പൊള്ളാതെ സൂക്ഷിച്ചോണം കുക്ക് ചെയ്യാനായിട്ട്. ഈ ബീട്രൂട്ട് പേസ്റ്റാക്കിയ ബീട്രൂട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും ചേർത്ത് ഇപ്പോൾ വേവിക്കാനാണ് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ പാത്രമൊന്നും കിട്ടിയില്ലേ? വേറെ ഒരു പാത്രം എൻ്റെ വീട്ടിലില്ല. എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ പാത്രം വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ്. എനിക്ക് കംഫർട്ടബിളാണ് ഇത് വെച്ച്. അപ്പോൾ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പാത്രത്തിൻ്റെ പരിതാപകരമായ ഈ അവസ്ഥ നിങ്ങൾ കാണുന്നത്. ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ ഗ്യാസ് മാത്രമല്ല, ഞങ്ങൾക്ക് വിറകടുപ്പും പുറകിലുണ്ട്. അപ്പോൾ വിറകടുപ്പിൽ ഞാൻ ഈ പാത്രം വയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ ഒരു സീൻ പോലെ നിങ്ങൾ കാണുന്നത്. ഇത്തിരി ഓയിലിൻ്റെയും പിന്നെ പുറത്ത് അടുപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ കരിയൊക്കെ കാണുന്ന അതിൻ്റെയാണ്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ പാത്രത്തിനെ സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ ആ കൂട്ടിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.
ഇതാണ് അരച്ചെടുത്ത പേസ്റ്റ് തേങ്ങയുടെ. ഇത് ആ ബീട്രൂട്ട് പേസ്റ്റിലോട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇട്ട് ചൂടാക്കണം. അപ്പോൾ ബീട്രൂട്ട് കിച്ചടി ഏറെക്കുറെ റെഡി ആയിരിക്കുകയാണ്. ഈ ബീട്രൂട്ട് പച്ചടീന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള കുറച്ച് തൈരും കൂടെ ചേർത്ത് ഇളക്കി കടുകും കൂടെ താളിച്ച് സെറ്റാക്കിയാൽ ബീട്രൂട്ട് കിച്ചടി മൊത്തത്തിൽ റെഡിയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴത്തേക്ക് ഞാൻ തൈര് ചേർത്തതാണ്. നിങ്ങൾക്ക് പുളിയുള്ള തൈര്, പുളിയില്ലാത്ത തൈര് ഇഷ്ടമുള്ളത് ചേർക്കാം. ബീട്രൂട്ട് പച്ചടി പെട്ടെന്ന് റെഡിയായി. ഇത് അങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണമെന്നില്ല, ഒരു ഷോർട്ട് വീഡിയോ. പിന്നെ ഞാൻ ലോങ് വീഡിയോ ആക്കി എടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് വെച്ചിട്ടാണ്, എൻ്റെ ഒരു താല്പര്യത്തിനാണ് ഞാൻ ലോങ് വീഡിയോ ആക്കി പിന്നെ എടുത്തത്. പെട്ടെന്ന് സിമ്പിൾ ഒരിതാണ്. നമ്മുടെ മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് കിച്ചടി. അപ്പോൾ എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്തന്നേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ചേ ഉള്ളൂ. തേങ്ങ, ജീരകം, പച്ചമുളക്, അങ്ങനെ 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് കടുക് വറുത്തിട്ടാലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കോമ്പാക്റ്റ് പൗഡറാണ്. കോമ്പാക്റ്റ് പൗഡർ ജസ്റ്റ് ഞാൻ കോമ്പാക്റ്റ് പൗഡർ എവിടെ പോയാലും ഞാൻ ഇടും. ഇതിപ്പോൾ ഞാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് പൗഡർ ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഐലൈനർ. ഞാൻ ഐലൈനറാണ് പണ്ട് മുതലേ യൂസ് ചെയ്യണത്. ഇടയ്ക്ക് ഞാൻ പെൻസിലായിരുന്നു, പിന്നെ അത് പൊട്ടിയതിന് ശേഷം ഞാൻ 2-3 മേടിച്ച്, പിന്നെ അത് പൊട്ടിയതിന് ശേഷം ഞാനത് യൂസ് ചെയ്യാറില്ല, നിർത്തി. പിന്നെ ഞാൻ ഐലൈനറിലോട്ട് വീണ്ടും മാറി. പിന്നെ ഐലൈനർ വരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തുമ്പ് നമ്മൾ വരയ്ക്കുന്ന ആ ഭാഗം വന്നിട്ട് കുഞ്ഞായിരിക്കണം. നമുക്ക് വരയ്ക്കാൻ ഒരു കംഫർട്ടബിൾ കിട്ടത്തില്ല. പെൻസിൽ പോലത്തെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരച്ച് നല്ല അടിപൊളി നമുക്ക് ഏത് ഡിസൈനാണോ അതുപോലെ നമുക്ക് സെറ്റായി കിട്ടും. പക്ഷേ ഐലൈനർ ആകുമ്പോഴത്തേക്ക് ആ ആ നൂല് പോലത്തെ ഇതുകൊണ്ട് നമുക്ക് വരയ്ക്കാനും പറ്റില്ല. തെറ്റി എത്ര വട്ടം. എൻ്റെ പുരികം നല്ല കട്ടിയുണ്ട്, നല്ല കറുപ്പുമാണ്, നല്ല കട്ടിയുണ്ട് അത്യാവശ്യം. അപ്പം ഐബ്രോ ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യും, ജസ്റ്റ് മേലെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐബ്രോ ഇതിലൂടെ വരച്ചാൽ മൊത്തം ഇത് നല്ല വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഐബ്രോ യൂസ് ചെയ്യാറില്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് അത്രയും മാത്രം. അല്ലാണ്ട് എൻ്റെ പുരികം കാണുമ്പോൾ അറിയാലുണ്ട്, നല്ല ഡാർക്കുമാണ്, നല്ല കട്ടിയും ഉണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, അങ്ങനെ വെക്കാൻ മാത്രം മതി. ലിപ് ലൈനർ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്രൗൺ കളറാണ്. ചോക്ലേറ്റ് അല്ല, കോഫി ബ്രൗൺ പോലത്തെ കോഫി ബ്രൗൺ ആണ്. അപ്പം അതിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ നിങ്ങളെ റെഡിയാക്കി ഞാൻ തന്നെ നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട്, പെട്ടെന്നല്ല, ഒരുപാട് സമയമെടുത്തു. ഞാൻ പോസ് ചെയ്തിട്ട് ഞാൻ റെഡിയായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ബോറടിക്കും. അപ്പോൾ ഞാൻ റെഡിയായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയത്. ഓണമൊക്കെ ഇല്ല തന്നെ. സോ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പൂക്കളുണ്ട്, അത് ഞാൻ എടുത്തിട്ട് തലയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. വച്ചാൽ ഇത് കാണാൻ പറ്റില്ല, കാരണം നമ്മൾ ഇങ്ങനെ തലമുടി കെട്ടിയത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. സോ ജസ്റ്റ് വയ്ക്കാം, അത്രേ ഉള്ളൂ. ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ പൂവ്. വച്ച് നോക്കാം, കൊള്ളാമെങ്കിൽ. കാണാൻ പറ്റത്തില്ല, എന്നാലും അവിടെ ഇരിക്കട്ടല്ലേ. ഇവിടെ പുറത്ത് നല്ല വെയിലും നല്ല കാറ്റുമാണ്, അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വെയിലും കാറ്റുള്ള പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കാനായിട്ട്. അപ്പം ഇന്ന് എൻ്റെ ബീട്രൂട്ട് പച്ചടിയും എൻ്റെ പൂക്കി ഫ്ലവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ടാറ്റാ.